ഒരു 10,000-കണക്കിന് മടങ്ങ് ഗൗരവത്തിൽ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം ഈ മുജാഹിദ് പ്രസ്ഥാനത്തിലുള്ള എല്ലാവരും കേൾക്കണം. 100% മുജാഹിദുകളായ ആ പ്രദേശത്ത് അടിച്ചിറക്കിയാലോ? നിങ്ങളൊന്ന് ആലോചിച്ചു. അടിച്ചിറക്കലും ബഹളവും കുലുമാലും നായാട്ടൊക്കെ കൂടി ഉണ്ടായി. അതിന് എന്നിട്ട് നമ്മളെ പരീക്ഷിക്കാൻ മറ്റൊരു വന്നിട്ടുണ്ടെങ്കിൽ മറ്റോരെ കുറ്റം പറയും. ഈ വരാക്കോ ആരും വരില്ല എന്താ അതിന് കാരണമായതാര് എന്ന് ചിന്തിക്കണ്ടേ? നമ്മുടെ ശത്രുക്കൾ നമുക്കെതിരെ ലഭിക്കുന്ന സംഘടനയുടെ ഉള്ളിൽ നിന്ന് ലഭിക്കുന്ന എന്തെങ്കിലും അത് ഉപയോഗപ്പെടുത്തി പിന്നെ നിരോധിക്കുക. ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ തറവാടായ ഒരു പ്രദേശത്ത് ഒരു ചെറുപ്പക്കാരൻ നേരത്തെ രോഗിയാണ്, മരുന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. പക്ഷെ ഇപ്പൊ പുതുതായിട്ട് പറഞ്ഞ പോലെ ചില ആൾക്കാർ പറഞ്ഞു മരുന്നൊന്നും ഉപയോഗിക്കേണ്ട, നിർത്തിയിട്ട് നമുക്കൊന്ന് റുഖിയ നടത്തി കൊടുക്കുക എന്ന് പറഞ്ഞ് അങ്ങനെ ഗുളിക കൊടുക്കൽ നിർത്തി. പിന്നെ ഇങ്ങനെ ചെവി കൂടി ഇങ്ങനെ റുഖിയ നടത്തി കൊടുത്തു. അവിടെ മറ്റേ എന്താ CD പ്ലെയറിൽ ഒരു CD ഇട്ട് അത് പിന്നെ ചെവിയിൽ പിന്നെ ഇയർഫോണും വെച്ച് കൊടുത്ത്. അങ്ങനെ 2 ദിവസം ആയപ്പോഴേക്ക് ഇങ്ങനെ വയലൻ്റായി തുടങ്ങി. പിന്നെ കയ്യും കാലും കൂട്ടിക്കെട്ടിയിരുന്നു. അതേപോലെ തന്നെ 3 ദിവസമായപ്പോഴത്തിന് പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥ വന്ന് അവസാനം പിന്നെ ആ രോഗിയുടെ ശരീരത്തിൽ ചില പാടുകൾ ഉണ്ടായിരുന്നു. എങ്ങനെയെന്നൊന്നും എനിക്കറിഞ്ഞൂടാ. ഞാൻ കേട്ട ആ വിവരം ബന്ധപ്പെട്ട ഒരാൾ പറഞ്ഞത് ഞങ്ങൾ അടിച്ചിട്ടൊന്നുമില്ല, ഇങ്ങോട്ട് അടിച്ചപ്പോൾ ഞങ്ങൾ തടുത്തിട്ടേ ഉള്ളൂ എന്നാണ് എന്നോട് നേരിട്ട് പറഞ്ഞത്. പുളിക്കൽ വെച്ച് ഒരു ഉയർന്ന മുജാഹിദ് കുടുംബത്തിലെ ഒരു സഹോദരന് ജിന്നുവാദിയാണെന്നും പറഞ്ഞിട്ട് മന്ത്രവാദികൾ വന്ന് അടിച്ച് പരിക്കേൽപ്പിച്ച് കയ്യും കാലും കെട്ടി ചോര ഒലിച്ച് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇയാൾ വളരെ മോശമായി ചിത്രീകരിച്ചു. അതിന് പിൻബലമായി ചില പണ്ഡിതന്മാരെയും അദ്ദേഹം കൊടുത്തു. ഈ ദുർബലമായ വഹീഫായ കള്ള ആരോപണങ്ങൾ കേട്ട് ചറിഞ്ഞിട്ട് ചലനം ചെയ്ത നേതാക്കന്മാരോട് ചോദിക്കാൻ നിങ്ങൾക്ക് അള്ളാഹുവിനെ ഭയമുണ്ടെങ്കിൽ തിരുത്തിക്കോളി, തൗബ ചെയ്തോളി. വ്യക്തമായി ബോധ്യപ്പെട്ടിട്ട് പോലും അത് ആ കുടുംബത്തിൽ തന്നെ കൃത്യമായി വിളിച്ചു വരുത്തി 2 മണിക്കൂർ സംസാരിച്ച് ബോധ്യപ്പെടുത്തി കൊടുത്തിട്ടും പിന്നെയും പല സ്ഥലങ്ങളിലും ഇത് മറ്റുള്ളവർക്ക് വഴിയായി കൊടുക്കുന്നവരോട് എനിക്ക് വിനീതമായി പറയാനുള്ളത് തിരുത്തണം, അള്ളാഹുവിനെ ഭയപ്പെടണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്വപ്നം കണ്ടു. അതാവരജിലാനി 2 ആളുകൾ വന്നപ്പോ അഹദബിയതി എന്നെ കൈപിടിച്ചു. ഇലാഹുൽ മുഖദ്ദസ് പരിപാവനമായ സ്ഥലത്തേക്ക് എന്നെ കൊണ്ടുപോയി. ബർസഖി ലോകത്തെ 4 ശിക്ഷകളാണ് റസൂലുള്ള കണ്ടത്. അതിൽ 1ാമത്തെ ശിക്ഷ ഒരാള് ഇരിക്കുന്നു, മറ്റാൾ പിന്നിൽ നിൽക്കുന്നു. ആ പിന്നിൽ നിൽക്കുന്നവന്റെ കയ്യിൽ കല്ലൂകുന്നു. അതിൽ ഒരു വലിയ ചവണയുണ്ട്. അവനവന്റെ കുഴവായിലേക്ക് അത് ഇട്ടിട്ട് അത് പിളർത്തി മാന്തി പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഭാഗം പിളർത്തി വലിക്കുമ്പോൾ ഇയാൾ അട്ടഹസിച്ച് കരയും. രണ്ടാമത് ഈ ഭാഗത്തേക്കിട്ട് ഈ ഭാഗം പൊളിച്ചെടുക്കും. അപ്പോഴേക്ക് ഈ ഭാഗം പഴയതുപോലെയാവും. ഇതിങ്ങനെ ഖിയാമത്ത് നാൾ വരെ ബർസഖിൽ ആസ്വദിക്കുന്നു ഈ ശിക്ഷ. റസൂൽ ചോദിച്ചു മലക്കുകളോട് മഹാദാ ഇതെന്താണ്? അവിടുന്ന് പറഞ്ഞു കദ്ദാബ്, ചക്രവാളം മറ്റേ കളവ് പറയുന്ന നുണയന്മാരാണിത്. പുലിക്ക് ഒരു ഉയർന്ന കുടുംബത്തിൽ ജിന്നുബാധ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരാളെ ചികിത്സിച്ച് മന്ത്രവാദിയെ കൊണ്ടുവന്ന് അടിച്ച് പരിക്കേൽപ്പിച്ചു എന്നത് വാസ്തവവിരുദ്ധമാണ്, പച്ചക്കള്ളമാണ്. ധൈര്യമുള്ള നട്ടങ്ങൾ മടമുറികളുണ്ടെങ്കിൽ അത് പറഞ്ഞു വരുത്തി മടമുറി അവനെ കൊണ്ടുവന്നിട്ട് അല്ലാതെ സാക്ഷി നിർത്തി പറയാൻ അവൻ ധൈര്യം കാണിക്കോളും. ഒന്ന് കൊണ്ടിരികൾ ഈ ശബ്ദം ശ്രമിക്കുന്നവരോട് പറയാ, നാളങ്ങൾ കൊണ്ടിരി പച്ച നുണ പറഞ്ഞിട്ട് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പേരങ്ങൾക്ക് യാരെ പിന്തുണകൾ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. ആരൊക്കെ പറഞ്ഞാലും അത് ഞങ്ങൾ പിന്താവൂല. എല്ലാം കളവാണ്, ആരോപണം മാത്രമാണ്, ഒരിക്കലും ഒന്നും ഉണ്ടായിട്ടില്ല. അള്ളാഹു നീ സാക്ഷിയാണ്. ഇനി ഇത് കളവാണ്, ഞാൻ തൽക്കാല രക്ഷയ്ക്ക് വേണ്ടി പറയുന്നതാണെങ്കിൽ എൻ്റെ 2 കണ്ണുകളുടെ കാഴ്ചകൾ നീ നഷ്ടപ്പെടുത്തണേ എന്ന് ഞാൻ പ്രഖ്യാപിച്ചിരിക്കുന്നു. അള്ളാഹു നീ സാക്ഷിയാണ്. ഇനി ഇത് കളവാണ്, ഞാൻ തൽക്കാല രക്ഷയ്ക്ക് വേണ്ടി പറയുന്നതാണെങ്കിൽ എൻ്റെ 2 കണ്ണുകളുടെ കാഴ്ചകൾ നീ നഷ്ടപ്പെടുത്തണേ എന്ന് ഞാൻ പ്രഖ്യാപിച്ചിരിക്കുന്നു.